പാഠം 883 സുഹാസിനി ചരിതം. സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് പഠന റിപ്പോർട്ട്. കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ അനുദിനം കൂടി വരികയാണ്. പൊതുസ്ഥലങ്ങളിലും വിദ്യാലയങ്ങളിലും തൊഴിൽ സ്ഥലങ്ങളിലുമെല്ലാം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പഠന റിപ്പോർട്ട് പറയുന്നത്. എന്തുണ്ട് മോനെ പത്രത്തിൽ വാർത്ത? പറയുമ്പോ നമ്മൾ വിദ്യാഭ്യാസമുള്ളവരാണ്, പരിഷ്കാരികളാണ്. പക്ഷേ സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ അറിയില്ല. ഇത്തരക്കാരെ നല്ല ചൂരിൽ വെട്ടി 1 അടി കൊടുക്കുക വേണ്ടത്. അതുകൊണ്ടൊന്നും കാര്യമില്ല എന്റെ മോനേട്ടാ. ഇതൊരു തരം ഞരമ്പ് രോഗമാ, അതിന് ചികിത്സ വേറെയാ. ഇന്നലെ ഞാൻ ആഫീസിലേക്ക് പോകുന്ന വഴി ആ ബസ് സ്റ്റാൻഡിന് മുന്നിൽ 2-3 പെൺകുട്ടികൾ നിൽപ്പുണ്ടായിരുന്നു. നേരെ എതിർവശത്തുള്ള മതിലിന്റെ മുകളിൽ 2 ചെറുപ്പക്കാർ കയറിയിരുന്ന് ചില ഗോഷ്ഠികൾ കാണിക്കുന്നു. 2 പേരോട് ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ട്. മോനേട്ടൻ എന്ത് പറഞ്ഞു? മേലിൽ ആ ഭാഗത്ത് കണ്ടാൽ പോലീസിൽ അറിയിക്കുമെന്ന് പറഞ്ഞു. അല്ലാതെ പറയണ നീ ഒരു ചായ എടുക്കാതെ? ഒരു ചായ കുടിച്ചിട്ട് 1/2 മണിക്കൂർ പോലും ആയില്ലല്ലോ. അതിന് അടുത്ത ചായ വേണോ? എപ്പോൾ ചായ കുടിക്കണം, എപ്പോൾ ചായ കുടിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. നീ അത് എടുത്തോണ്ട് വന്നാൽ മാത്രം മതി. മോനേട്ടാ, ഈ പറയുന്ന പത്ര റിപ്പോർട്ട് വിട്ടുപോയ ഒരു വലിയ കാര്യമുണ്ട്. പൊതുവിടങ്ങളിലും വിദ്യാലയങ്ങളിലും തൊഴിൽ സ്ഥലങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്നതിനെക്കാട്ടിൽ കൂടുതൽ സ്ത്രീകൾ വീടുകളിൽ പീഡിപ്പിക്കപ്പെടുന്നു. തീർച്ചയായും. എടുത്തുചാട്ടക്കാരും മർക്കടമുഷ്ടിക്കാരുമായ ഭർത്താക്കന്മാരുടെ പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകളുടെ കണക്കെടുത്തിട്ടുണ്ടെങ്കിലേ നമ്മൾ ഞെട്ടിപ്പോ. പെണ്ണുങ്ങളെ രക്ഷിക്കാനായിട്ട് നിയമമൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ ഈ പെണ്ണുങ്ങൾ അതൊന്നും ഉപയോഗിക്കൂലെന്ന്. ഉപയോഗിച്ചാൽ ഭർത്താവ് ജയിലിൽ പോകുമല്ലോ എന്നുള്ള പേടി കൊണ്ട് പെണ്ണുങ്ങളെല്ലാം അങ്ങ് ക്ഷമിച്ചു കളയും. വക്കീലായി ഞാൻ പോലും ക്ഷമിച്ചോണ്ടിരിക്കല്ലേ. അപ്പൊ പിന്നെ ബാക്കിയുള്ള പെണ്ണുങ്ങളുടെ കാര്യം പറയണോ? അതെടുത്തിട്ട് വരാട്ടോ. അപ്പോഴേക്കും പത്രം മുഴുവൻ വായിച്ച് പഠിക്കും. ഹലോ, സത്യഭാമയല്ലേ? അതെ ഭാമി, ഇത് ഞാനാ സുഹാസിനി. ആഹാ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. എന്താ നിന്റെ ട്രെയിനിങ്ങിന്റെ കാര്യം? അത് പറയാനാ ഞാൻ നിന്നെ വിളിച്ചത്. ഇന്നലെ വൈകിട്ടാ ട്രെയിനിങ്ങിന്റെ കാര്യം ഉറപ്പിച്ച് മെയിൽ വന്നത്. വന്നപ്പോ മുതല് ഞാൻ നിന്നെ വിളിക്കാൻ നോക്കുക, ലൈൻ പോകുന്നുണ്ടായിരുന്നില്ല. ആഹാ, കാര്യം എന്താ എന്ന് പറ. നാളെ ട്രെയിനിങ് തുടങ്ങും. നാളെ മുതൽ ഒരാഴ്ച. ആഹാ, അപ്പൊ ഇന്നിവിടെ എത്തണ്ടേ? ഞാൻ വെളുപ്പിന് 4 മണിക്കുള്ള ബസ്സിൽ പുറപ്പെട്ടു. ഇപ്പൊ ദേ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എത്തിയാ? 1 മണിക്കൂറിനുള്ളിൽ ഞാൻ നിന്റെ വീട്ടിലെത്തും. നീ ഇവിടെ കാണില്ലേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്നാൽ ഒരു മുന്നറിയിപ്പില്ല, നീ ഇറങ്ങി പുറപ്പെട്ടല്ലോ. ട്രെയിനിങ്ങിന്റെ സമയത്ത് നിന്റെ വീട്ടിൽ താമസിക്കാന്ന് അന്നേ ഞാൻ പറഞ്ഞതല്ലേ. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഞാനിങ്ങി ഇറങ്ങി. അച്ഛൻ കൂടെ വരാന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. ശരി, ബാക്കിയെല്ലാം നമുക്ക് നേരെ സംസാരിക്കാം. ഇങ്ങോട്ടുള്ള വഴി നിനക്കറിയാലോ. കഴിഞ്ഞ വർഷം ഒരു ദിവസം ഞാൻ അവിടെ വന്നതല്ലേ. ഞാൻ കണ്ടുപിടിച്ചോളാം. അല്ല, വേണമെങ്കിൽ ഞാൻ മോഹനയുടെ ബസ് സ്റ്റാൻഡിലേക്ക് വിടാം. അതൊന്നും വേണ്ടെന്നേ, ഞാൻ വന്നോളാം. ശരിയപ്പോ. സുഹാസിനി വരുന്ന വിവരം കടുവയോട് പറയാൻ പറ്റിയില്ലല്ലോ. ഇനിയിപ്പോ എന്താ പറയാ? മോനേട്ടാ, മോനേട്ടന് സുഹാസിനി ഓർമ്മയുണ്ടോ? ഏത് സുഹാസിനി? എന്റെ കൂടെ പഠിച്ച സുഹാസിനി. അവളെ കല്യാണത്തിന് നമ്മൾ നാട്ടിൽ പോയിരുന്നല്ലോ. ഡൽഹി ജോലിയുള്ള ഒരാൾ അവളെ കല്യാണം കഴിച്ചേ. കഴിഞ്ഞ വർഷം അവൾ ഇവിടെ വന്ന ഓർമ്മയില്ലേ, അവളുടെ അച്ഛൻ്റെ കൂടെ? അന്ന് അവളുടെ അച്ഛനും മോഹനേട്ടനും കൂടി എത്ര നേരം ഇവിടെ സംസാരിച്ചിരുന്നത്. അത് തന്നെയാണ് ആള്. സുഹാസിനിക്ക് ഒരു സർക്കാർ ട്രെയിനിങ് പരിപാടി ഉണ്ട് ഇവിടെ വെച്ച്. നാളെ മുതൽ ഒരാഴ്ച. അക്കാര്യം അവൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. ഈ ട്രെയിനിങ്ങിന്റെ തീയതി നിശ്ചയിച്ചത് ഇന്നലെയാണേ. ഈ ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അവളോട് പറഞ്ഞിരുന്നു, ഒരാഴ്ച വെറുതെ നീ ഹോസ്റ്റലിൽ താമസിക്കാൻ വേണ്ടി ഇവിടെ താമസിക്കാം. ഇവിടെ ഇവിടെ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അവളും കൂടെ താമസിക്കുന്നുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ.
എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്ത് ബുദ്ധിമുട്ടുന്നു? ഇവിടുന്ന് ആകുമ്പോ അവക്ക് രാവിലെ 9 മണിക്ക് പോയാ പോരെ, വൈകിട്ട് 5 മണിയാകുമ്പോ തിരിച്ചു വരികയും ചെയ്യാം. ഈ നാട്ടിൽ വന്നിട്ട് സുഹാസിനി ഹോസ്റ്റലിൽ നിൽക്കാന്നൊക്കെ പറയുന്നത് ശരിയല്ലല്ലോ മോനോട്ടോ. അതിലൊരു ശരികേടുമില്ല. ഈ വീട്ടിൽ ഞാനും നീയുമാണ് താമസിക്കുന്നത്. വേറെ ആരും ഇവിടെ താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇതെന്ത് വർത്താനം എന്റെ മോനോട്ടാ? മോനോട്ടല്ലേ കുറച്ചു മുന്നേ എന്നോട് പറഞ്ഞത് സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ ഇവിടെ വർദ്ധിക്കുകയാണ് എന്ന്? സുഹാസിനി ഈ നാട്ടിൽ വന്ന സ്ഥിതിക്ക് ഏറ്റവും സുരക്ഷിതമായി താമസിക്കാൻ പറ്റുന്ന സ്ഥലം ഈ വീടല്ലേ? അതിനേക്കാൾ സുരക്ഷിതം ഹോസ്റ്റലാണ്. ഹോസ്റ്റലിൽ നിന്ന് ട്രെയിനിങ്ങിന് പോകാനും എളുപ്പമാണ്. നീ എന്തൊക്കെ പറഞ്ഞാലും സുഹാസിനിയെ പോലൊരു പെണ്ണ് എന്റെ വീട്ടിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് റിസ്ക് ആണ്. വന്നു കയറുന്ന സുഹാസിനി ഇറക്കി വിടാൻ പോലും വില്ലേജ് ഓഫീസർ മടിക്കൂല. തന്ത്രപരമായി നിങ്ങൾ ആഹാ, മോഹനേട്ടന്റെ പത്രവായന നേരത്തെ കഴിഞ്ഞു. സാധാരണ 8 രാവിലെ പത്രവായന കഴിയുമ്പോ. അങ്ങനെ 8:30 വരെ പത്രം വായിക്കുക എന്നുള്ളതല്ല എന്റെ രീതി. പത്രത്തിലുള്ളത് വായിച്ചു തീരുന്നത് വരെ വായിക്കുക എന്നുള്ളതാണ്. ചിലപ്പോ അത് നേരത്തെ വായിച്ചു തരും. മോഹനേട്ടൻ സുഹാസിനി ഓർമ്മ കേട്ടോ? ഏത് സുഹാസിനി? എന്നോട് കോളേജിൽ പഠിച്ച സുഹാസിനി. അവളുടെ ഭർത്താവ് ഡൽഹിയില്. മനസ്സിലായില്ലേ? കഴിഞ്ഞ വർഷം അവളോട് വന്നിരുന്നു, അവളുടെ അച്ഛന്റെ കൂടെ. ഓർമ്മയുണ്ട്. അവളാ ഇപ്പൊ വിളിച്ചതേ. കൊറേ നാളായിരുന്നു വിളിച്ചിട്ട്, ഞാനും അങ്ങോട്ട് വിളിക്കാൻ മറന്നുപോയി. അത് നന്നായി. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ നഷ്ടം വരുമായിരുന്നു. നീയല്ലേ ആള്. ഒരാളെ ഫോണിൽ സംസാരിക്കാൻ കിട്ടി അങ്ങ് സംസാരിച്ചുകൊണ്ടേയിരിക്കുമല്ലോ. സുഹാസിനോട് അങ്ങനെ ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞത് അവൾ അങ്ങ് ഫോൺ കെട്ടി. അനാവശ്യമായി ഫോണിൽ സംസാരിക്കുന്നത് മോഹനേട്ടന് ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞപ്പോ അവള് പറയാ അങ്ങനെ തന്നെയാണ് വേണ്ടത്. അത്തരം കാര്യങ്ങളില് അവക്ക് മോഹനേട്ടനെ വലിയ ബഹുമാനമാണ്. എന്നോട് എപ്പോഴും പറയും, മോഹനേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണെന്ന്. മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യാത്ത സത്യസന്ധനായ ഒരു ഭർത്താവിനെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹാഭാഗ്യമാണെന്ന്. നിനക്കെന്നെ വലിയ ബഹുമാനമില്ലെങ്കിലും മറ്റുള്ളവർക്ക് അങ്ങനെയല്ല എന്നെനിക്ക് മനസ്സിലായല്ലോ. എനിക്ക് മോഹനേട്ടന് വലിയ ബഹുമാനമൊക്കെയാ. പക്ഷെ മോഹനേട്ടന് ദേഷ്യം കാണാൻ വേണ്ടി ഞാൻ വെറുതെ ഓരോ കുസൃതി കാണിക്കുന്നതല്ലേ. ഞാൻ വിശ്വസിക്കില്ല. നിന്റെ അഭിപ്രായത്തിൽ ഞാനൊരു പിശുക്കനും മുൻകോപിയുമാണല്ലോ. തോന്നും പോലെ പൈസ ചിലവാക്കാൻ സമ്മതിക്കാത്തതിന് നീ എന്നെ ശരിക്ക് പ്രാഗിട്ടുമുണ്ട്. പ്രാഗിട്ടൊന്നുമില്ല, അതൊക്കെ മോഹനേട്ടൻ ചുമ്മാ തോന്നുന്നു. ഞാൻ എന്റെ മോഹനേട്ടനെ പ്രാഗു. ഞാൻ എന്തെങ്കിലും നല്ല ആശയങ്ങൾ പറഞ്ഞു തരുമ്പോ നീ പറയും എനിക്ക് വട്ടാണെന്ന്. പക്ഷേ അന്ന് സുഹാസിനി വന്നപ്പോ എന്നോട് ചോദിച്ച് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നറിയാമോ? വിവരമുള്ളവരിൽ നിന്നും അറിവ് സ്വീകരിക്കുന്നതും വിവരത്തിന്റെ ലക്ഷണമാണ്. അന്ന് സുഹാസിനി അതെന്നോട് പറയുകയും ചെയ്തു. സാറിന് ചെടികളോടും മരങ്ങളോടും ഒക്കെ വലിയ സ്നേഹം തോന്നുന്നു. എന്താ സംശയം? സത്യത്തിൽ ഈ ചെടികളും മരങ്ങളും ഉള്ളത് കൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത് തന്നെ. സുഹാസിനിക്ക് ശാസ്ത്രത്തിലൊക്കെ താല്പര്യമുണ്ടോ? അങ്ങനെ ചോദിച്ചാ നമ്മുടെ ദൈനംദിന ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ സുഹാസിനെ പോലുള്ളവർ പഠിച്ചിരിക്കുന്നു. അന്തരീക്ഷ വായുവിൽ നിരവധി വാതകങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. നൈട്രജൻ, കാർബൺ, ഓക്സിജൻ തുടങ്ങി നിരവധി വാതകങ്ങൾ. ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. ഇനി മനുഷ്യജീവിതത്തിൽ നിലനിർത്തുന്ന ഓക്സിജന്റെ അളവ് കുറയാതെ നോക്കിയില്ല എങ്കിൽ ഭൂമിയിൽ മനുഷ്യ മൃഗ ജീവിതം അപകടത്തിലാവും. അതുപോലെ അന്തരീക്ഷ വായുവിലെ കാർബന്റെ അളവ് കൂടുന്നത് വലിയ അപകടമാണ്. സൂര്യപ്രകാശത്തിലെ ചൂടിന്റെ അളവ് പിടിച്ചു വെക്കുന്ന സ്വഭാവം കാർബൺ ഉള്ളത് കൊണ്ട് അന്തരീക്ഷ വായുവിൽ കാർബന്റെ അളവ് കൂടിയാൽ ഭൂമിയിലെ ചൂട് വൻതോതിൽ കൂടും. ഇതിനെയാണ് നമ്മൾ ആഗോളതാപനം എന്ന് വിളിക്കുന്നത്. ആഗോളതാപനം ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. വാഹനങ്ങളിൽ നിന്ന്, AC-യിൽ നിന്ന്, ഫ്രിഡ്ജിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന വിവിധ രൂപത്തിലുള്ള കാർബണാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. കാർബൺ കുറയ്ക്കാനായി വാഹനങ്ങളുടെയോ ഫ്രിഡ്ജിന്റെയോ AC-യുടെയൊക്കെ ഉപയോഗം കുറയ്ക്കാൻ നമ്മൾ ആരെങ്കിലും തയ്യാറാണോ? അല്ല. അപ്പോൾ പിന്നെ കാർബണിന്റെ അളവ് കൂടാതിരിക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ.
എന്താണത്? ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. കാരണം മരങ്ങൾ വൻതോതിൽ കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കുകയും ഓക്സിജനെ പുറന്തള്ളുകയും ചെയ്യുന്നു. കാർബൺ ഡയോക്സൈഡും ജലവും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ മരങ്ങൾ ഭക്ഷണമുണ്ടാക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. മരങ്ങൾ കൂടുമ്പോൾ പ്രകാശ സംശ്ലേഷണം കൂടുകയും അന്തരീക്ഷ വായുവിലെ കാർബൺ മരങ്ങൾ സ്വീകരിക്കുകയും പകരം മനുഷ്യന് ആവശ്യമുള്ള ഓക്സിജൻ പുറപ്പെടുവിക്കുകയും ചെയ്യും. മനസ്സിലായോ സുഹാസിനിക്ക്? സാറിന് സമ്മതിക്കണം, ഒരു വില്ലേജ് ഓഫീസർ ആയിട്ടും സാറിന് ലോകത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാലോ. സാറിനോട് സംസാരിച്ചതുകൊണ്ട് ഞാനും എല്ലാം പഠിച്ചു. ഇതാ പറയുന്നത്, വിവരമുള്ളവരോട് സംസാരിച്ച നമുക്കും വിവരം ഉണ്ടാവുന്നു. അത്തരം കാര്യങ്ങൾ ഞാൻ നിനക്കാണ് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നീ അത് കേൾക്കാൻ പോലും നിൽക്കില്ലായിരുന്നു. ഇനി കേട്ടാലും നീ എന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കിട്ടങ്ങ് മക്കളെ. അതാണ് വിവരമുള്ള സുഹാസിനിയും വിവരമില്ലാത്ത നീയും തമ്മിലുള്ള വ്യത്യാസം. നല്ല കുട്ടിയാ സുഹാസിനി. പാവന്റെ വില്ലേജ് ഓഫീസർ ബഹുമാനം കൊണ്ടാണ് അവൾ ഇതൊക്കെ കേട്ടുന്നല്ലേ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. മോഹനേട്ടന്റെ ഉപദേശം മുഴുവൻ കേട്ട് കഴിഞ്ഞ അവൾ എന്നോട് പറഞ്ഞെന്താ, നീ എനിക്കല്ലേ അറിയുള്ളൂ. ആ, നീ ഇതെവിടെ പോകായിരുന്നു? ഞാൻ നിന്റെ വില്ലേജ് ഓഫീസറുമായിട്ട് ഒരു ഗംഭീര ചർച്ചയിലായിരുന്നു. എന്ത് ചർച്ച? അങ്ങനെ ചോദിച്ചാ എനിക്ക് ശരിക്കും മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്നോർത്ത് സാറിന് ചെടികളും മരങ്ങളും ഒക്കെ വലിയ ഇഷ്ടമാണോന്ന് ചോദിച്ചു. പിന്നെ ഭാമേ, അങ്ങേര് പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല. നൈട്രജൻ, ഓക്സിജൻ, കാർബൺ എന്നിങ്ങനെ തുടങ്ങി ഫ്രിഡ്ജ്, AC എന്ന് വേണ്ട സകല കാര്യങ്ങളെയും പറ്റി പറഞ്ഞു. ആഗോളതാപനം, അന്തരീക്ഷ മലിനീകരണം എന്നൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു. പിന്നെന്തോ ഒരു കാര്യം, പ്രകാശ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. പ്രകാശ സംശ്ലേഷണം എന്നല്ലേ, ഫോട്ടോസിന്തസിസ് എന്ന് പറയും. ഞാൻ എത്രയോ തവണ കേട്ടിരിക്കുന്നു. എന്നാലും ഭാമേ, നിന്നെ സമ്മതിക്കണം, ഇങ്ങനൊരു മനുഷ്യന്റെ കൂടെ നീ എങ്ങനെ കഴിയുന്നു? ഞാനായിരുന്നെങ്കിൽ ഒന്നുകിൽ എനിക്ക് ഭ്രാന്ത് വന്നേനെ, അല്ലെങ്കിൽ അയാളെ കൊന്നേനെ. ഹലോ, നീ പറഞ്ഞാൽ അത്ര കുഴപ്പക്കാരൊന്നുമല്ല എന്റെ മോനോട്ട്. പക്ഷേ എന്റെ മോനോട്ട് കുറച്ച് വിവരം ഉണ്ടായിപ്പോയി. അത് മറ്റുള്ളവർക്കൂടെ ഉണ്ടാവുന്ന വാശിയുണ്ട്, അതിന്റെ പ്രശ്നമേത്. സത്യം വല്ലോ ഞാൻ പറഞ്ഞ സുഹാസിനെ ഈ പടി ചവിട്ടാൻ സാർ സമ്മതിക്കൂല. വളരെയധികം തന്ത്രപരമായി പെരുമാറിയേ പറ്റും. അതിനിടയ്ക്ക് ഡ്രസ് മാറിയോ? ഇതെവിടെ പോന്നു ഇത്ര നേരത്തെ? കൊള്ളാം, നിനക്ക് നല്ല ഓർമ്മശക്തിയാണല്ലോ. ഇന്ന് രാവിലെ 8:30 എനിക്ക് ഇറങ്ങണം, വിശ്വംഭരൻ ചേട്ടന്റെ ഭൂമി അളന്നു തിരിച്ചു കൊടുക്കണം എന്നൊക്കെ ഞാൻ ഇന്നലെ വൈകിട്ടേ പറഞ്ഞല്ലേ നിന്നോട്. അയ്യോ, ഞാനത് മറന്നുപോയി. മോഹനേട്ടൻ രാവിലെ ഒന്നുകൂടെ ഓർമ്മിക്കാതിരുന്നത് എന്താ? ഒരു കാര്യം ഒരു പ്രാവശ്യം പറയുന്നതാണ് കെ മോഹനകൃഷ്ണന്റെ രീതി. ഭർത്താവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ അത് ഓർത്തു വെക്കുന്നതാണ് ഭാര്യയുടെ ഉത്തരവാദിത്വം. പക്ഷെ നിനക്കാലം ശ്രദ്ധയില്ല. ശ്രദ്ധയില്ലാഞ്ഞിട്ടല്ല, എത്രയോ വർഷമായി മോഹനേട്ടൻ 9:38 ഇവിടുന്ന് ഇറങ്ങുന്നത്. അതെനിക്കൊരു ശീലമായി പോയി. പെട്ടെന്നൊരു മാറ്റം വന്നപ്പോ എനിക്കൊരു അബദ്ധം പറ്റിയതാ. അങ്ങനെ ഒരു മാറ്റം വന്നതുകൊണ്ടാണ് ഇന്നലെ തന്നെ ഞാൻ ആ കാര്യം നിന്നോട് പറഞ്ഞത്. എന്നിട്ടും അത് ശ്രദ്ധിക്കാനോ അതിനനുസരിച്ച് പെരുമാറാനോ നിനക്ക് പറ്റിയില്ല. ഓ, മോഹനേട്ടൻ വിഷമിക്കണ്ട. രാവിലത്തേക്ക് കഴിക്കാനുള്ളത് ഉച്ചയൂണും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഷർട്ടും എടുത്താ തേച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം? കൃത്യസമയത്തിന് മോഹനേട്ടൻ ഇറങ്ങിക്കൂടെ? എന്നാ നീ പോയി കൈകടത്ത് വയ്ക്ക. പിന്നെയും മോഹനേട്ടന്റെ ഈ കൃത്യനിഷ്ഠയെ പറ്റിയും സുഹാസിനി ഒരുപാട് പറഞ്ഞു. അവളുടെ ഭർത്താവ് ഒരൊറ്റ ദിവസം പോലും ഓഫീസിൽ സമയത്ത് എത്തില്ല. എത്ര നേരത്തെ പോകണമെന്ന് വിചാരിച്ചാലും ഒടുവിൽ വൈകുന്നു. മോഹനേട്ടന്റെ സമയനിഷ്ഠയെ പറ്റി ഞാൻ പറഞ്ഞപ്പോഴേ അവള് തലേ കൈവച്ചിരുന്നു പോയി. ഞാൻ പറഞ്ഞല്ലോ, സമയത്തെക്കുറിച്ചും സമയത്തിന്റെ വിലയെക്കുറിച്ചും ഒക്കെ നല്ല ധാരണയുള്ളവർക്ക് മാത്രമേ സമയനിഷ്ഠയുടെ പ്രാധാന്യവും മനസ്സിലാവൂ. നിനക്ക് സമയത്തിന്റെ വില അറിയില്ല, അതുകൊണ്ട് കൃത്യനിഷ്ഠത കേൾക്കുമ്പോഴേ നിനക്ക് ദേഷ്യം വരും. സാറേ, ഉത്തമൻ
ഓ, സമയനിഷ്ഠയുടെ കഥയൊന്നും പറയാതിരിക്കുകയാണേ നല്ലത്. നീ മുഴുവൻ സമയം അടുക്കളയിൽ തന്നെയാണോ ഭാമേ? അങ്ങനെയൊന്നും ഇല്ലടോ. രാവിലെ മോഹനേട്ടൻ ആഫീസിൽ പോകുന്നവരെ എനിക്ക് കുറച്ച് തിരക്കാന്ന് മാത്രം. മോഹനേട്ടൻ ആദ്യത്തെ ചായ 7 മണിക്ക് കിട്ടണം, രണ്ടാമത്തെ ചായ 8:15. കുളി കഴിഞ്ഞ് വന്ന് കൃത്യം 9 മണിയാകുമ്പോഴേക്കും ആശാൻ ഭക്ഷണം കഴിക്കും. ഡ്രസ്സ് മാറി 9:38 ഇവിടെ ഇറങ്ങും. 9:38? അതെന്ത് കണക്ക്? അതൊരു പ്രത്യേക തരത്തിലുള്ള കണക്കാ. മോഹനേട്ടൻ ഇവിടുന്ന് നടന്നിട്ടാണല്ലോ ആഫീസിൽ പോകുന്നത്. എന്നും ഒരേ വേഗത്തിലാണ് മോഹനേട്ടന്റെ നടപ്പ്. ഇവിടുന്ന് ആഫീസിലെത്താൻ വേണ്ടത് 17 മിനിറ്റ്. 9:38 ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 9:55 ആകുമ്പോഴേക്കും ആഫീസിലെത്തും. അതാണ് ആ കണക്ക്. കഴിഞ്ഞില്ല. വൈകിട്ട് 5 മണിക്ക് ആഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 5:17 ഇവിടെ എത്തും. 1 മിനിറ്റ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഈ സമയനിഷ്ഠ കണ്ടുപിടിച്ചതിന് എന്റെ മോഹനേട്ടനല്ലേ. മോഹനേട്ടന് തലയ്ക്കകത്ത് ക്ലോക്ക് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കാറുണ്ട്. ഇമ്മാതിരി സമയനിഷ്ഠയുടെ കഥയും പറഞ്ഞ് എന്റെ അടുത്ത് എന്നെ കാണായിരുന്നു. പോയി പണി നോക്കാൻ പറയും ഞാൻ. ഒരു പരിധി കൂടുതലായ സമയനിഷ്ഠയും കൊള്ളില്ല. അധികമായാൽ അമൃതം വിഷമെന്ന് കേട്ടിട്ടില്ലേ? കേട്ടിടത്തോളം ഇത് സമയനിഷ്ഠയൊന്നുമല്ല, മുഴുവട്ട. എന്തായാലും സുഹാസിനെ പറ്റി മോഹനേട്ടന് വലിയ ദേഷ്യമൊന്നുമില്ല. പിന്നെ വിഷയം അവതരിപ്പിച്ചാലോ? വേണ്ട, വിശന്നിരിക്കുമ്പോ വില്ലേജ് ഓഫീസർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ആദ്യം വയറ് നിറച്ചും എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാം. സാറ് പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷെ പറ്റാനുള്ള അബദ്ധം പറ്റിപ്പോയില്ലേ? ഇനിയിപ്പോ അതിനുള്ള പരിഹാരമാണ് വേണ്ടത്. പുഷ്കരൻ സാറിനെ ആഫീസിൽ വന്ന് കാണാന്ന് പറഞ്ഞ്. വില്ലേജ് ഓഫീസിൽ വന്നതുകൊണ്ട് എന്താണ് കാര്യം ഉത്തമ? സർവേ നമ്പറിൽ പിശക് വരുത്തിയത് ഞങ്ങളല്ലല്ലോ, സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നാണ്. പറ്റിയ തെറ്റ് പരിഹരിക്കണമെങ്കിൽ അവിടെ തന്നെ പോകേണ്ടി വരും. അതെ അതെ, അത് അറിയാം. പക്ഷെ സാറേ, അവിടെ ചെന്ന കാര്യം പെട്ടെന്ന് നടക്കുമെന്ന് പുഷ്കരനൊരു സംശയം. ഉത്തമ, ഒരു തിരുത്താധാരം എഴുതി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് പോംവഴി. ഇന്ന് തന്നെ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് ചെല്ലാൻ പുഷ്കരനോട് പറഞ്ഞേക്കും. ഞാൻ ദിവാകരൻ സാറിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോളാം. അങ്ങനെയാണെന്നെ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ പുഷ്കരനെ വിളിച്ച് കാര്യം പറഞ്ഞോളാം. സാർ ആ ഉറപ്പ് തന്നാ മതി. നമസ്കാരം. നമസ്കാരം ഉത്തമ. എന്തൊക്കെയുണ്ട് ഉത്തമ വിശേഷം? ഓ അയ്യോ, നമുക്കെന്തോന്ന് വിശേഷം. ഞാനേ പുഷ്കരന്റെ പ്രശ്നമായിട്ട് വന്നതാ. ആഹാ, മോഹനേട്ട കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ഒന്നാന്തര ഇഡ്ഡലി സാമ്പാറും. മോഹനേട്ടൻ അത് കഴിച്ചു കഴിയുമ്പോഴേക്കും ഞാൻ മുറ്റവേ ഒന്നും കൂടെ തൂത്തിട്ട് വരാം. ഒന്നുകൂടിയാ? അതെ ഉത്തമ, ഈ കാറ്റും മഴയൊക്കെ അല്ലേ, മുറ്റത്താണെങ്കിൽ എപ്പോഴും ഇല വീഴും ഉത്തമ. ആരെങ്കിലും ഇവിടെ കയറി വന്ന് എന്താ വിചാരിക്കുക? ഒന്നുമില്ലേലും ഒരു വില്ലേജ് ഓഫീസറുടെ വീടല്ലേ ഇത്. അതിന്റെ അന്തസ്സുമാരെ നമുക്ക് കാണിക്കാതിരിക്കാൻ പറ്റുമോ? ശരി. സാറേ, പുഷ്കരന് സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്നിട്ട് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ എന്നെ വിളിക്കാൻ പറയണം. ഇപ്പോ സംസാരിച്ചിരിക്കാൻ സമയമില്ല. വക്കീലിന് എന്ത് പറ്റി? എന്താണ് വക്കീൽ, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. വക്കീലിന്റെ അവിടത്തെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ആകപ്പാടെ ഒരു പ്രത്യേകത. കാര്യം മനസ്സിലായില്ലേ? ഞാനൊരു ഭയങ്കര പ്രതിസന്ധിപ്പെട്ടിരിക്കുക. വില്ലേജ് ഓഫീസറെ കാര്യമായിട്ടൊന്ന് സോപ്പിട്ടല്ലേ രക്ഷയുള്ളൂ. എന്താണ് പ്രശ്നം? നാട്ടിലുള്ള എന്റെ ഒരു കൂട്ടുകാരുണ്ട്, സുഹാസിനി. അവക്ക് ഇവിടെ വെച്ചൊരു ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ അവളോട് പറഞ്ഞതാണ്, ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, അതിന് നീ ഹോസ്റ്റൽ ഒന്നും അന്വേഷിക്കണ്ട, ഇവിടെ തന്നെ നമുക്ക് നിൽക്കാന്ന്. അത് പിന്നെ അങ്ങനെയാണല്ലോ വേണ്ടത്. അതാണല്ലോ അതിന്റെ ഒരു മര്യാദ. ട്രെയിനിങ്ങിന്റെ തീയതി നിശ്ചയിച്ചിട്ട് മോഹനോടോട് പറയാലോ എന്ന് കരുതി ഞാൻ ഇതുവരെ ആ കാര്യം മിണ്ടിയില്ല. ഇന്ന് രാവിലെ സുഹാസിനെ വിളിച്ചിരിക്കുന്നു, അവളിവിടെ എത്തിയെന്ന്. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പൊ മോഹനോടോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തിയാടി വല്ലതും പറഞ്ഞോളയും. അതുകൊണ്ട് സാറിന് എങ്ങനെയെങ്കിലും ഒന്ന് സോപ്പിട്ട് വശത്താക്കാൻ നോക്കിക്കൊണ്ടിരിക്കാൻ ഞാൻ. ഭാഗ്യത്തിന് അടുക്കള ജോലിയെല്ലാം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇതുവരെ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. എന്നാ പിന്നെ കാര്യം പറയില്ലേ? ഒരു ധൈര്യക്കുറവുണ്ട്. ഒറ്റ ശ്വാസേ പറ്റില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അതൊരു പ്രശ്നമാണ്.
അല്ല വക്കീലെ, ഈ വരുന്ന സുഹാസിനെ സാറിന് നേരത്തെ അറിയാമോ? കഴിഞ്ഞ പോലെ അവളോട് വന്നിട്ടുണ്ട്. അവളുടെ അച്ഛനൊന്ന് കൂടെ ഉണ്ടായിരുന്നു. അങ്ങേരൊരു പഴയ പട്ടാളക്കാരനാ. പുള്ളിക്കാരനുമായിട്ട് മോഹനേട്ടൻ വലിയ അടുപ്പമായിരുന്നതുകൊണ്ട് സുഹാസിനോട് ദേഷ്യമൊന്നുമില്ല. പിന്നെ ഞാൻ അവളെ പറ്റി കുറെ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അതും മോഹനേട്ടൻ വളരെ പ്രിയപ്പെട്ട കാര്യങ്ങളുമാ. സുഹാസിനിക്ക് വിവരമുണ്ട്, എന്നെ പോലെയല്ല എന്ന് മോഹനേട്ടൻ അപ്പൊ പറയുകയും ചെയ്തു. ആ എന്നാ പിന്നെ പേടിക്കണ്ട. ഇനി വക്കീല് ധൈര്യമായിട്ട് കാര്യം പറഞ്ഞാൽ മതിയെന്നേ. എന്നാലും അതങ്ങനെ ശരിയാവൂല. എന്റെ ഭാഗ്യത്തിന് മോഹനേട്ടൻ നേരത്തെ ഇറങ്ങും. വിശംബര ചേട്ടൻ എന്തോ സ്ഥലം അളന്ന് തിരിച്ചു കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും മോഹനേട്ടൻ പോയിട്ട് സുഹാസിന് വരുള്ളൂ. അതുകൊണ്ട് വൈകുന്നേരം വരെ സമയമുണ്ട്. അത് കൊള്ളാം. സാറ് പോയതിനു ശേഷമാണ് കക്ഷി വരുന്നതെങ്കിൽ വൈകുന്നേരം വരെയുള്ള വഴക്കം ഒഴിവാക്കാമല്ലോ. കുറച്ചു കഴിഞ്ഞ് വില്ലേജ് ഫോൺ ചെയ്തിട്ട് സുഹാസിന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. പ്രശ്നം തീർന്നല്ലോ. സംഗതി ഫോണിലൂടെ ആയതുകൊണ്ടും സാർ ഇരിക്കുന്നത് വില്ലേജ് ഓഫീസിലായതുകൊണ്ടും വലിയ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. അത് തന്നെ ഉത്തമ എന്റെ ഉദ്ദേശം. പിന്നെ ഉത്തമ എനിക്കൊരു സഹായം ചെയ്യണം. സുഹാസിന് വരുന്ന കാര്യം നേരത്തെ അറിയാത്തതുകൊണ്ട് ഞാൻ എനിക്ക് മോഹനേട്ടനുള്ളത് മാത്രമേ കഴിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. കൃഷ്ണൻകുടിയുടെ ചായക്കടയിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ട് വരണം. എന്താണ് വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, എന്തേലും മതി. മോഹനേട്ടൻ ഇറങ്ങാറായെന്ന് തോന്നുന്നു. പെട്ടെന്ന് കൃഷ്ണൻകുട്ടിയുടെ അടുത്ത് പോയിട്ട് വാ. അത് കഴിഞ്ഞിട്ട് വേറെ എവിടെയും പോവാവൂ. ഓ അത്രേ ഉള്ളൂ, ഞാൻ വാങ്ങിച്ചോട്ട് വരാം. പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞോ? ഒരുപാട് സമയമെടുത്ത് കഴിച്ചാൽ എന്റെ കാര്യങ്ങളൊക്കെ മുടങ്ങും. ഒരു സ്ഥലത്ത് ചെല്ലാമെന്ന് പറഞ്ഞ സമയത്ത് ചെന്നില്ല എങ്കിൽ അതിന്റെ നാണക്കേട് എനിക്കാണ്. അതെ, നമ്മൾ നേരത്തെ എന്തോ ഒരു കാര്യം സംസാരിച്ചിരുന്നത്, അതെന്തായിരുന്നു? എന്ത്? അത് നമ്മൾ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണല്ലോ ഉത്തം വിളിച്ചത്. അതെന്തായിരുന്നു? അത് പറഞ്ഞോ? നാരായണൻകുട്ടി ചേട്ടന്റെ മകൾ സുഹാസിനിയുടെ കാര്യം. ആ അത് തന്നെ. മോഹനേട്ടൻ സുഹാസിനെ പറ്റി എന്താ അഭിപ്രായം? ജീവിതത്തിൽ ആകെ ഒരു പ്രാവശ്യം മാത്രം കണ്ട് സംസാരിച്ച ഒരാളെ പറ്റി ഒരു വർഷം കഴിഞ്ഞ് അഭിപ്രായം ചോദിച്ചാൽ ഞാൻ എന്ത് പറയാൻ? അല്ല, എന്നാലും ഒരു അഭിപ്രായം ഉണ്ടാവാതെ വരില്ലല്ലോ. എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. പക്ഷേ സുഹാസിനിയുടെ അച്ഛൻ നാരായണ ചേട്ടനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമാണ്. അതെങ്ങനെയാണ്? നാരായണ ചേട്ടനെ മോഹനേട്ടൻ ഒരു പ്രാവശ്യമല്ലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ നാരായണൻ ചേട്ടൻ ഒരു പട്ടാളക്കാരനാണല്ലോ. കൃത്യനിഷ്ഠ, സത്യസന്ധത, ആത്മാർത്ഥത എന്നിങ്ങനെയുള്ള കാര്യത്തിൽ പട്ടാളക്കാർ വളരെ മുന്നിലായിരിക്കും. ആ നാരായണ ചേട്ടന്റെ മോളാണല്ലോ സുഹാസിനി. അപ്പൊ അവക്കും ആ ഗുണമൊക്കെ കിട്ടിക്കാണുമല്ലോ. അങ്ങനെയാണോന്നില്ലല്ലോ. നല്ലവരും മഹാന്മാരുമായ എത്രയോ പേരുടെ മക്കൾ വഴിതെറ്റി നാന വഴിക്ക് പോയിരിക്കുന്നു. മോശപ്പെട്ട ആളുകളുടെ മക്കൾ മഹാന്മാരാവുകയും ചെയ്തിട്ടുണ്ട്. പാരമ്പര്യം വെച്ച് മാത്രം അതൊന്നും അളക്കാൻ പറ്റില്ല. ഞാൻ ഇറങ്ങുന്നു. അങ്ങനെ പെട്ടെന്നൊന്നും വഴങ്ങി തരൂല വില്ലേജ് ഓഫീസർ. ഹലോ, അതെ ഉത്തമനാണ്. പൗലോസേട്ടാ, ഞാനേ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. പൗലോസേട്ടന്റെ കാര്യം ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയോട് പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. അതെ ഞാനേ രാവിലെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോവുകയാണ്. അത് തീർത്തിട്ട് ഞാൻ പൗലോസേട്ടന്റെ വീട്ടിലോട്ട് വരാം. ഓ ശരി. അമ്പോ മോനേഷ സാറ്, ഇത് കണ്ട പ്രശ്നമാവുമല്ലോ. സാറിന് നേരത്തെ ഇറങ്ങിയോ? എനിക്ക് നേരത്തെ ഇറങ്ങേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. ഉദവനോട്ടായിപ്പോ? അല്ല, എനിക്ക് പിന്നെ സോമൻകുട്ടിയെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സാറിന്റെ അടുത്തുനിന്ന് തിരിച്ച് വരുന്ന സമയത്ത് കയറേണ്ടതാണ്, മറന്നുപോയി. പിന്നെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ ചെന്നപ്പോഴാണ് ഓർമ്മിച്ചത്. പിന്നെ വേഗം തിരിച്ച് വരികയായിരുന്നു. അതാ അത് പിന്നെ സാറേ, കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ ചെന്നിരുന്ന് പൊറോട്ടയും മുട്ടക്കറിയും പറഞ്ഞപ്പോഴാണ് സോമൻകുട്ടിയെ കാണേണ്ട കാര്യം ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചത്. അപ്പൊ പിന്നെ ഇത് കഴിക്കാതെ പൊതിഞ്ഞിങ്ങെടുത്ത്. ഒരുപാട് താമസിച്ച സോമൻകുട്ടി പോയാലോ. സംഗതി ഭയങ്കര അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ കഴിക്കാതെ ഇനി പോന്ന്. എനിക്ക് സോമൻകുട്ടി അത്യാവശ്യമായിട്ട് കാണണം, അതുകൊണ്ടാണ് സാറേ. പോട്ടെ.
ഞാൻ തിരിച്ചു വരുന്ന വഴി മോഹനയുടെ സാറിന് മുമ്പിൽ ചെന്ന് പെട്ടു. അയ്യോ, ഈ വഴി എങ്ങോട്ടാ എന്നൊരു ചോദ്യം. സോമൻകുട്ടിയെ കാണാൻ പോകുന്നെന്നും പറഞ്ഞ് ഞാൻ അങ്ങ് രക്ഷപ്പെട്ടു. അപ്പൊ അടുത്ത ചോദ്യം, ഇതിലെന്താണ് എന്ന്. ചോ, അവിടെ നിന്ന് രക്ഷപ്പെട്ട എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. പൊറോട്ട മുട്ടക്കറി. പിന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഫോൺ വിളിച്ച് പറഞ്ഞ് വൈകിട്ട് സാറ് വരുമ്പോഴേക്കും എല്ലാം ശരിയാവും. അതിനിടയിൽ രാവിലെ ഞാൻ പൊറോട്ട മുട്ടക്കറി വാങ്ങിച്ചോണ്ടെന്ന് പറഞ്ഞ് എന്നെ കെണിയിലാക്കരുത്. ഇല്ല. ഉത്തമൻ ഇങ്ങനെ ഒരു സഹായം ചെയ്തിട്ട് ഞാൻ ഉത്തമന് പാര വെക്കൂ. സുഹാസിന് വന്നിട്ടുണ്ടെന്ന് ഫോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോഹനേട്ടനൊന്നും ചെയ്യാനില്ലല്ലോ. അത് മാത്രമല്ല, അവള് മുൻകൂട്ടി അറിയിക്കാതെ വന്നതെന്ന് ഞാനങ്ങ് പറഞ്ഞോളെ. വീട്ടിൽ വന്ന് കയറുന്നവരെ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. അത് ശരിയാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. രാവിലെ പൗലോസ് ഏട്ടനെ കാണേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ശരി എന്നാ, ഓക്കെ. അങ്ങനെ ആ പ്രശ്നവും തീർന്നു. ഇനിയിപ്പോ മോനോട്ട് തന്നെ എന്ത് ചെയ്യാനോ? ഹലോ, ആ വിദ്യ, രാവിലെ കുറച്ച് തിരക്കിലായിപ്പോയി, അതാ നിന്നെ വിളിക്കാതിരുന്നത്. തിരക്ക് എന്താണെന്നൊക്കെ ചോദിച്ചാ അതൊരു ഭയങ്കര കഥയാ. എന്റെ കൂട്ടുകാരി സുഹാസിന് ഇപ്പൊ ഇങ്ങോട്ട് വരും. അവൾ ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ മോഹനോട്ടോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ചോദിച്ചാ പറയാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാ മതി. ഭാഗ്യത്തിന് മോഹനോട് രാവിലെ നേരത്തെ പോകേണ്ടി വന്നു. അതുകൊണ്ട് ഇനി ആഫീസിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞാൽ മതി. ആകെപ്പാട് രാവിലെ ടെൻഷനായി പോയി. ആ മജിസ്ട്രേറ്റ് കോടതിയിൽ ആ കേസിന്റെ കാര്യമില്ലേ, അത് വിദ്യ സുഹാസിന് വന്നെന്ന് തോന്നുന്നു. ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചോളാമേ. അയ്യോ, എന്തിനാണോ വിലാപസർ തിരിച്ചു വന്നേ? കുഴപ്പമായല്ലോ. സംഗതി പറഞ്ഞു കൊടുത്തതാണോ? ഇതെന്ത് പറ്റി? മോഹനേട്ടൻ തിരിച്ചു പോന്നേ? വിശ്വാസാന സ്ഥലം ഇളക്കാൻ പോകുന്നില്ലേ? പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് വിശ്വമൻ സാറ് ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് പോയത്. അയ്യോ, പിന്നെ ഇത്ര നേരത്തെ ആഫീസിൽ പോയിട്ട് കാര്യമില്ലല്ലോ. താക്കോല് ശിശുപാലിന്റെ കയ്യില. ശിശുപാൽ എത്തുമ്പോ 9:50 ആവുമല്ലോ. എന്നാലും ആഫീസിലേക്ക് പോകുന്നായിരുന്നു നല്ലത്. അല്ല, വിശ്വംഭര സാറിന് വീടിന് അടുത്ത് വരെ ചെന്നിട്ട് പിന്നെ ഇവിടം വരെ തിരിച്ചടക്കാന്ന് പറഞ്ഞാൽ എത്ര ദൂരാ? ഇനി വീണ്ടും അത്രയും ദൂരം നടക്കണ്ടേ ആഫീസിലേക്ക് പോവാൻ? അല്ല, എന്ന് കരുതി വില്ലേജ് ഓഫീസിൽ തന്നെ പോയിരിക്കാൻ പറ്റും. അതുവഴി പോകുന്ന ആളുകളൊക്കെ എന്നെ കളിയാക്കില്ലേ? അല്ല, നീ എന്താ നോക്കുന്നേ? ഒന്നുമില്ല, അകത്തേക്ക് ഇരിക്കാം. ഞാൻ മോഹനോട്ടൊരു ചായ കൂടെ എടുക്കാം. വാ. 2 ചായ കുടിച്ചല്ലേ, ഇനിയിപ്പോ ചായ ഒന്നും വേണ്ട. ഒരു 15 മിനിറ്റ് കഴിയുമ്പോ ആഫീസിൽ പോണല്ലോ. എന്നാലും ഇവിടെ മുറ്റത്ത് നിൽക്കേണ്ട കാര്യമില്ലോ, നമുക്ക് അകത്തിരിക്കാം. വാ. അത് വേണ്ട, രാവിലെ ഒരിടത്ത് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് ഇനിയിപ്പോ തിരിച്ചു കയറുന്നത് ശരിയല്ലല്ലോ. നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാമല്ലോ. ആരെങ്കിലും വരികയാണെങ്കിൽ കാണുകയും ചെയ്യാം. ആര് വരാൻ? അങ്ങനെയല്ല, ആരെങ്കിലും വന്നാലോ. ഈശ്വര, വന്നു. ആര്? അതാര്? എനിക്കൊരബദ്ധം പറ്റി. ഞാൻ മോഹനോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. സുഹാസിനിയുടെ ട്രെയിനിങ്ങിന് ഇവിടെ വരുന്നുണ്ട്. വരുമ്പോൾ ഇവിടെ വന്ന് താമസിച്ചോളാം ഞാൻ പറഞ്ഞു. തീരുമാനിച്ചു കഴിഞ്ഞിട്ട് മോഹനത്തെ അറിയിക്കാമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇന്ന് രാവിലെ അവൾ എന്നോട് വിളിച്ചു പറഞ്ഞു അവൾ ഇവിടെ എത്തിക്കഴിഞ്ഞുവെന്ന്. പെട്ടെന്ന് സുഹാസിന് വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ വഴക്കുണ്ടാക്കിയല്ലോ എന്നോർത്ത് ഞാൻ മോഹനേട്ടൻ ഒന്ന് സോപ്പിടാൻ നോക്കി. അപ്പോഴാണ് മോഹനേട്ടൻ നേരത്തെ പോകുന്ന കാര്യം പറഞ്ഞത്. എങ്കിൽ പിന്നെ മോഹനേട്ടൻ ആഫീസിൽ എന്നതിന് ശേഷം വിളിക്കാന്ന് കരുതി. പക്ഷെ എന്റെ ഭാഗ്യക്കേടന് വിശ്വംഭര സാറ് തിരുവനന്തപുരത്തിന് പോവുകയും ചെയ്തു. സുഹാസിന് ഇപ്പൊ വരികയും ചെയ്തു. അതാരാ? അത് സുഹാസിനല്ലേ? സുഹാസിനി എങ്ങനെ ആ ഓട്ടോയിൽ വരും? സുഹാസിനി ഇതല്ലേ? ഇന്ന് രാവിലെ സുഹാസിന് വീട്ടിൽ നിന്നിറങ്ങിയത് 5:30.
6 മണി കഴിഞ്ഞപ്പോ നാരായണൻ ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. അപ്പോഴേ ഞാൻ കാര്യം അറിഞ്ഞത്. നീ എന്നോടത് പറയുമെന്നറിയാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. പക്ഷെ നീ പറഞ്ഞില്ല. പകരം വളഞ്ഞ വഴികളിലൂടെ സുഹാസിനിയുടെ കാര്യം പറഞ്ഞു. വിശ്വംഭര ചേട്ടന്റെ സ്ഥലം അളക്കണമെന്നൊക്കെ പറഞ്ഞത് വെറുതെയാ. സുഹാസിനി വരുമ്പോ ബസ് സ്റ്റോപ്പിൽ നിൽക്കണമെന്ന് നിന്നോട് പറയാൻ നാരായണ ചേട്ടൻ പറഞ്ഞു. ഞാൻ ബസ് ഇറങ്ങുമ്പോ ദാ നിൽക്കുന്നു സാർ. എന്നെ കാത്തു നിൽക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതിയത് നീ പറഞ്ഞു വിട്ടുന്നാ. എന്തായാലും സാറ് വന്നതോടെ ഒരു കഷ്ടപ്പാടുണ്ടായി. ഒരു ഓട്ടോ വിളിച്ചു പോവാന്ന് ഞാൻ പറഞ്ഞപ്പോ സാറ് സമ്മതിച്ചില്ല. കഴിഞ്ഞ കൊല്ലത്തെ ആഗോള താപനത്തിന്റെ കഥ ഓർത്തതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചില്ല. ആ, ഇവിടെ വന്നപ്പോഴാ പറയുന്നത് നിന്നെ അറിയിക്കാതെ വന്നതെന്ന്. നിന്നെന്ന് പറ്റിക്കാനാ ഞാൻ അങ്ങോട്ട് മാറി നിന്നത്. ആ, യാത്ര കഴിഞ്ഞു വന്നല്ലേ. സുഹാസിനകത്തേക്ക് ചെല്ലു. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ഒന്നാം തരം ബെറോട്ടയും മുട്ടക്കറിയും. പൊറോട്ടയുടെ കാര്യം ആരാ പറഞ്ഞു? ഉത്തമനാ? ഉത്തം പറഞ്ഞില്ല, പക്ഷെ എനിക്ക് മനസ്സിലായല്ലോ. ഓ, മോണിറ്ററെല്ലാം മനസ്സിലാവുമല്ലോ. കാരണം മോന് ഭയങ്കര ബുദ്ധിയാ. വില്ലേജ് ഓഫീസറുടെ രീതികൾ വക്കീലിന് പോലും എല്ലായ്പ്പോഴും പിടികിട്ടണമെന്നില്ല. സുഹാസിനിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ഒളിച്ചുകളി ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് വക്കീലിന് ഇപ്പോൾ തോന്നുന്നുണ്ടാവും. മോഹനകൃഷ്ണൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് മാത്രം വിചാരിച്ച് ഇന്നത്തെ കഥ ഇവിടെ തീർത്ത് പിരിയാം. കാര്യം നിസ്സാരം തുടരുന്നു. വല്ലപ്പോഴും ഒരിക്കൽ